അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം തുടരുകയാണ്. ഇതിൻ്റെ വിവരങ്ങളിലേക്ക് ഒന്ന് പോകാം നമുക്ക്. അബ്ദുൾ റഷീദ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. അബ്ദുൾ റഷീദ്, ഇന്ന് ഡ്രോൺ ആക്രമണമാണോ ഉണ്ടായത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന്? എവിടെയൊക്കെയാണ് പാകിസ്ഥാൻ ആക്രമണം ഇന്ന് നടത്തുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, ജമ്മു കാശ്മീരിലെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസമാണ് പാകിസ്ഥാന്റെ ഭാഗത്തും ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ഡ്രോണുകൾ ഈ മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 11 ഡ്രോണുകൾ നിർവീര്യമാക്കി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സൈന്യമടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിന്റെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഇന്ത്യ ശക്തമായിട്ട് അതിനെ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ 11 ഡ്രോണുകളും ഇപ്പോൾ നിർവീര്യമാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ജമ്മു കാശ്മീരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അതായത് ഈ അരമണിക്കൂർ മുമ്പ് ഈ മേഖലയിൽ നിന്നും കൃത്യമായിട്ടുള്ള ശബ്ദം താൻ കേട്ടു എന്നുള്ള കാര്യം ഇപ്പോൾ എക്സിൽ ഒമർ അബ്ദുള്ള കുറിച്ചിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം കാശ്മീർ മേഖലയിൽ നിന്നും ജമ്മുവിലേക്ക് ഇന്ന് ഈ മേഖലകളിലേക്ക് ഒമർ അബ്ദുള്ള എത്തുകയും പിന്നീട് ആശുപത്രികൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഇപ്പോഴും ആ മേഖലയിൽ തന്നെ തുടരുകയാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങൾ വരുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. രണ്ടാം ദിവസവും പ്രകോപനപരമായിട്ടുള്ള സമീപനം പാകിസ്ഥാന്റെ ഭാഗത്തും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായി നിലനിൽക്കുന്നത്. അതേസമയം അതിർത്തി മേഖലകളിലടക്കം ശക്തമായിട്ടുള്ള നിരീക്ഷണം ഇപ്പോഴും തുടരുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഡ്രോണുകളൊക്കെ തന്നെ നിർവീര്യമാക്കാൻ സൈന്യത്തിന് സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെയും അതോടൊപ്പം റഡാർ സംവിധാനങ്ങളും കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തി വരികയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള അതേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തും ഉണ്ടാകുന്നു എന്നുള്ളതും ഏറെ നിർണായകമാണ്. കാരണം